എനിക്ക് കോഴിക്കോട് എത്രയോ ചടങ്ങുകൾ ഉണ്ടാകുന്നുണ്ട്, എത്രയോ ഫങ്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതിൽ നമുക്ക് സംതൃപ്തി തരുന്ന, നമുക്ക് സന്തോഷം തോന്നുന്ന ചടങ്ങുകൾ തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ച് സ്വാർത്ഥത ഞാൻ കാണിക്കാറുണ്ട്. അങ്ങനെ അപൂർവം ഞായറാഴ്ചകൾ ഏറ്റെടുക്കുന്ന പ്രോഗ്രാമുകളിൽ പെടുന്ന ക്വാളിറ്റി ഉള്ളത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല സാറ്റിസ്ഫാക്ഷൻ തോന്നും. പ്രോഗ്രാം കഴിയുമ്പോൾ നാട് മുറിച്ചെന്നോ അല്ലെങ്കിൽ മനസ്സിനെ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാകും. കോഴിക്കോടിൻ്റെ നന്മയെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. അത് ഇവിടെ മാത്രം നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കറക്റ്റായിട്ട് ഇവിടെ ചാർജ് എടുത്ത സമയത്ത് ആദ്യത്തെ 1-2 ആഴ്ചയിൽ തന്നെ കുറച്ച് തീരുമാനങ്ങൾ എടുത്തതിൽ പെടുന്നതാണ് ഈ നന്മയെ ചൂഷണം ചെയ്യാന്നുള്ളത്. കോഴിക്കോട് എൻ്റെ നന്മയെ ഭംഗിയായിട്ട് ചൂഷണം ചെയ്താൽ ഇവിടെ ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ഇവിടെ കൊടുക്കാൻ മനസ്സുള്ളവരുണ്ട്, ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ പറഞ്ഞ പോലെ അവർ കൂട്ടിമുട്ടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ. ഈ ഓപ്പറേഷൻ സുലൈമാനി ആണെങ്കിൽ പോലും അതിനകത്ത് ശരിക്കും ഞാനൊന്നും ചെയ്യുന്നില്ല, കറക്റ്റൊന്നും ചെയ്യുന്നില്ല, ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. ശരിക്കും ചെയ്യുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, ഹോട്ടൽ നടത്തിപ്പുകാർക്ക് ഒരു മോട്ടിവേഷൻ കൊടുത്ത് അവരെ ഒന്ന് ഏകോപിപ്പിച്ച് അവർക്കൊരു ധൈര്യം കൊടുത്ത് എന്ത് സപ്പോർട്ട് വേണോ നമ്മൾ കൊടുക്കാമെന്ന് പറയുന്നത്. അതിനപ്പുറമൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ സംശയത്തോടെ അല്ലെങ്കിൽ അപ്രിഹെൻഷൻസ് ഒത്തിരി സംശയത്തോടെ ഇത് നടക്കുമോ ചെയ്യണോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഹോട്ടൽ നടത്തിപ്പുകാരാണ് ഇന്ന് ഏറ്റവും ഉത്സാഹപരിതരായിട്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സിറ്റിയിൽ മാത്രം തുടങ്ങി, നോമ്പുകാലം കഴിഞ്ഞ ഉടനെ ഇത് ജില്ല മുഴുവൻ വ്യാപിപ്പിക്കണമെന്നും അതുപോലെ മെൻ്റൽ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും അവിടെ നിന്നുള്ള ഭക്ഷണം മുഴുവനായിട്ടും ഏറ്റെടുക്കണമെന്നും അസോസിയേഷനുകാർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യാം എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഇതിന് എല്ലാവരും പേടിക്കുന്നത് ഫണ്ട് എവിടെ നിന്ന് കിട്ടും, ഇതിനെങ്ങനെയാണ് നമ്മൾ കുടുങ്ങിപ്പോകും. പക്ഷേ ഇത് ലോഞ്ച് ചെയ്തിട്ട് ഏതാനും എന്താ പറയുക 1 മാസമായിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഫണ്ടൊന്നും ഒരു പ്രശ്നമല്ല, മനസ്സ് മാത്രമാണ് പ്രശ്നം. നമ്മൾ അതിന് തയ്യാറായിട്ടുള്ള ഒരു മനസ്സുമായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്മ വഴിഞ്ഞൊഴുകുന്ന സ്ഥലം അവിടെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഇതേ മോഡലിൽ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പാമോജോയ് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള നല്ല മനസ്സുകളെ ആവശ്യക്കാരിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്ന പരിപാടി. പക്ഷേ എനിക്കുള്ളൊരു പരിമിതി എന്ന് പറഞ്ഞാൽ, പരിമിതി എന്നല്ല, ഒരു കോൺഷ്യസ് ഡിസിഷൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫണ്ട് തൊടാൻ നമുക്ക് അലർജിയാണ്. അതുകൊണ്ട് പൈസ വാങ്ങിയിട്ടുള്ള ഏർപ്പാടുകൾ ജില്ലാ ഭരണകൂടം ചെയ്യുന്നതല്ല. പക്ഷേ അവിടെ ക്രൂഷ്യലായിട്ട് വരുന്ന ഇത്തരം എൻ ജി ഒസ് ആണ്. വളരെ ഉത്തരവാദിത്തബോധത്തോടെ കൃത്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന എൻ ജി ഒസ്. ഇവരെ മുട്ടിച്ചു കൊടുത്താൽ മതി. എനിക്കത് വളരെ സന്തോഷം, വളരെ എളുപ്പമാണ്. ആവശ്യക്കാർ ഏറ്റവും കൂടുതൽ വന്ന് മുട്ടുന്നതും കളക്ട്രേറ്റിലാണ്. അവിടെ വന്ന് എല്ലാ ദിവസവും 10-20 പെറ്റീഷനേഴ്സാണ്. അതിലൊരു 10-20 പേരെങ്കിലും വളരെ ദയനീയമായിട്ടുള്ള കഥകളാണ്. ഓരോന്നും ഓരോ കഥയാണ്, ഓരോ വിചിത്രമായിട്ടുള്ള കഥകൾ. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും എത്രയോ ഭാഗ്യവാന്മാരാണ്. നിങ്ങളും ഞാനും ഒക്കെ ഭയങ്കരമായി ഭാഗ്യം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കൂടുതലും ഈ ഭാഗ്യത്തിൽ അഹങ്കരിക്കുകയും ഇല്ലായ്മ അറിയാതിരിക്കുന്നത് എന്തോ നല്ലതാണ് എന്നൊരു തോന്നലും നമ്മുടെ കുട്ടികളെ പോലും ഇല്ലായ്മ കാണിക്കാതെ വളർത്താൻ ശ്രമിക്കും. പരമാവധി സുഖമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഒരു ഡിസ്കംഫർട്ട് തോന്നുന്ന, ചെറിയ ഡിസ്റ്റർബൻസ് തോന്നുന്ന ഒരു സാധനം കണ്ട ഉടനെ മുഖം അങ്ങോട്ട് തിരിക്കും, മോനെ ഇങ്ങോട്ട് നോക്കുന്നു പറയും. എന്ന് മാത്രമല്ല, ഒരു കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സിനിമ പോലും കാണാൻ പറ്റില്ല, കോമഡി സിനിമ ഉണ്ടാകും. അത്രയ്ക്ക് മൈൻഡിനെ ഗാർഡ് ചെയ്തിട്ട് ഒരു സുഖലോകമായിട്ടുള്ള സന്തോഷം മാത്രം നിറഞ്ഞ ഒരു ലോകം, ഒരു മിഥ്യാലോകം കുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. അപ്പോൾ അവർ പുറത്ത് കാണുന്ന റിയാലിറ്റി കാണുമ്പോൾ ഒന്നിനും അവർക്ക് അതിനോടുള്ളൊരു സെൻസിറ്റിവിറ്റി ഉണ്ടാവില്ല. ഇത് വിശപ്പ് എന്താണെന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലാവില്ല.
ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ അതിന് കളിയാക്കാൻ പോലും മനസ്സിൽ തോന്നുന്ന വിധത്തിലുള്ള ഇൻസെൻസിറ്റിവിറ്റി ഇന്നത്തെ ജനറേഷനിൽ ഉണ്ടായി പോകും. അപ്പോൾ ഈ കുട്ടികൾക്ക് മാക്സിമം എക്സ്പോഷർ കൊടുക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ നമ്മളൊരു അത്യധികമായിട്ട് ചെയ്യുന്ന ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നതാണ്. സൊസൈറ്റിയിലുള്ള ഓരോ വ്യക്തിക്കും കമ്പാഷൻ സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു മലയാളം വാക്ക് ഭൂതദയ എന്ന് പറയാം. ഭൂതദയ എന്ന് പറഞ്ഞ ആൾക്കാർ കേട്ടിട്ടുണ്ട്. അത് അല്ല ഉദ്ദേശിക്കുന്നത്, കാരുണ്യമല്ല. കമ്പാഷനേറ്റ് എന്ന് പറയുന്നത് വേറൊരു ഒരു അർത്ഥം അല്ലെങ്കിൽ ഒരു അർത്ഥതലമുള്ള ഒരു വാക്കാണ്. ഈ കമ്പാഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ എത്രയോ പ്രശ്നങ്ങൾ വരുന്നത്. നമുക്ക് വരുന്ന പെറ്റീഷൻസ് ആയാലും പോലീസ് കേസുകളാണെങ്കിലും ഒക്കെ അയൽവാസികൾ, ബന്ധുക്കളായിരിക്കും, വളരെ അടുത്ത ബന്ധുക്കളായിരിക്കും. അവർ തമ്മിൽ കുത്തുന്നു, വെട്ടുന്നു, ഒരുത്തൻ ജയിലിൽ പോകുന്നു, മറ്റേ ആൾ ആശുപത്രിയിലാവുന്നു. ഇതൊക്കെ കഴിഞ്ഞ് എന്തായിരുന്നു പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു അരയടി അല്ലെങ്കിൽ 1/2 മീറ്ററിൻ്റെ കോമ്പൗണ്ടിൻ്റെ തർക്കമായിരിക്കാം, ചെറിയൊരു വഴിത്തർക്കമായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കും. ലാക്ക് ഓഫ് കമ്പാഷൻ. ഇത് വിട്ടുകൊടുക്കണം, ത്യജിക്കണം എന്നൊന്നുമല്ല, പക്ഷേ മറുഭാഗം ചിന്തിക്കാനുള്ളത്. നമ്മൾ റോഡിൽ പോകുമ്പോൾ 2 വണ്ടികളൊന്നും തട്ടുന്നു ചോദിക്കും. തട്ടുമ്പോൾ പുറത്തിറങ്ങി അപ്പം വിളി തുടങ്ങുകയാണ്. വീട്ടിലിരിക്കുന്നവരൊക്കെ വിളിച്ച് ഇത് സാധാരണഗതിയിൽ നടക്കാവുന്ന ഒരു കേസാണ്. തട്ടുമുട്ട ഇതൊക്കെ സഹജമാണ്. ഇതേ കാര്യം പുറത്തിറങ്ങിയിട്ട് 2 പേർക്ക് സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ടെന്ന് പറയാം. ഇപ്പോൾ തട്ടിപ്പോയി ഏതെങ്കിലും പറഞ്ഞാൽ. കാരണം ഇതിനകത്തൊന്നും കാര്യമില്ല. അവിടെ എത്ര വെള്ളം വയ്ക്കുന്നതനുസരിച്ച് ഇൻഷുറൻസിന്റെ ക്ലെയിം കൂടാനോ പോകുന്നില്ല. ഇതിനനുസരിച്ച് കേസ് ചാർജ് ചെയ്യുന്നതിന് വ്യത്യാസം വരാമോ. അവസാനം ഇത് പറഞ്ഞ് സെറ്റിൽ ആകുന്നത് ഇൻഷുറൻസ് കേസ് ഇതൊക്കെയാണ്. അത് അവിടെ എത്രത്തോളം വെള്ളം ഉണ്ടാക്കുന്നു എന്നുള്ളതൊന്നും കാര്യമില്ല. പക്ഷേ അവിടെ ഒരു ഇമ്മീഡിയറ്റ്ലി ഒരു രോഷപ്രകടനം, ലാക്ക് ഓഫ് കമ്പാഷൻ. ഇവിടെ വളരെ വിഷമമുണ്ടാകുന്ന ഒരു സംഭവം നാദാപുരം ഭാഗത്തുണ്ടായി. ഇതിനൊക്കെ അറിയാം. അവിടെ പലർക്കും കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഇന്നോവ കാർ കത്തിക്കും. അപ്പോൾ കോമ്പൻസേഷനിൽ ഇൻഷുറൻസ് നല്ലൊരു തുക കിട്ടുക, പക്ഷെ മുഴുവൻ തുക കിട്ടില്ല, 50,000 വരെ പോകും. അപ്പോൾ അദ്ദേഹം വളരെ രോഷപ്പെട്ട് എന്നെ കാണാൻ വന്നിട്ട് പറയാം, സാറേ ഇത് ശരിയാവില്ല, 16 ലക്ഷത്തിൻ്റെ കാറാണ് കാത്തിയത്, 15 കിട്ടും, ഞാൻ വിടില്ല, അവരെയൊന്നും ഞാൻ വിടില്ല. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. കാര്യം നമ്മൾ ചെയ്യാതെ വരുന്നതിന് മുമ്പേ തൊട്ട് മുമ്പേ വന്ന് പോകുന്ന പെറ്റീഷനേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തെങ്ങുന്ന താഴെ വീണ് സ്പൈനൽ കോഡ് വയ്യാതെ കിടക്കുന്നവർ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ചിട്ട് പോയ ആളെ അയാളൊക്കെ കണ്ടിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളോട് പറയുന്നത്, എൻ്റെ ഇന്നോവ കത്തിപ്പോയി സാറേ, അതുകൊണ്ട് ഞാൻ വിടില്ല. ഇന്നോവ ഉള്ളത് കൊണ്ടാണ് സാറേ ഇന്നോവ കത്തിയത്. അതില്ലാത്തവരുണ്ട്. ഈ കുട്ടികൾ പുതിയ ചെരുപ്പിന് വേണ്ടി വാശി പിടിക്കുന്ന കഥ കേൾക്കാറുണ്ട്. അപ്പോൾ അച്ഛൻ സൈ കെട്ടിട്ട് അവസാനം കുട്ടിയെ കൊണ്ട് ചെരുപ്പ് വാങ്ങാൻ പോകും. ഷൂ വാങ്ങാൻ പോകുന്ന വഴിക്ക് 2 കാലമില്ലാത്ത ഒരു ആളെ കണ്ട കഥയുണ്ട്. അപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ബോധം വന്നു പറയുന്നത്, ഇത് പഴയ ഷൂ ആണെങ്കിലും കുഴപ്പമില്ല, പഴയ കാലം അവിടെ തന്നെ ഉണ്ടല്ലോ, അതിലിടാനല്ല. ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഈ എമ്പതിന്നോ അല്ലെങ്കിൽ മറ്റൊരാള് സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ളൊരു കപ്പാസിറ്റി, അതാണ് ഈ കമ്പാഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വരുത്തിയേ പറ്റുമോ. അത് ഇന്നത്തെ കുട്ടികൾക്ക് നെക്സ്റ്റ് ജനറേഷനിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കാണുന്ന ഒരു ക്വാളിറ്റിയാണ്. കാരണം അവർ മരണത്തെ കാണുന്നുണ്ട്, ജീവിതത്തെ കാണുന്നുണ്ട്, മരണത്തോട് അടുക്കുന്ന ജീവിതങ്ങളെ കാണുന്നുണ്ട്, എങ്ങനെ മരിക്കുന്നു എന്ന് കാണുന്നുണ്ട്, എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അവർക്കുള്ള ജീവിതത്തിനോടുള്ള എക്സ്പോഷർ വളരെ വലുതാണ്. അവരുടെ അച്ഛനമ്മമാരെക്കാട്ടിലും പക്വതയോടെ സംസാരിക്കും, ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കും. ഈ ടീനേജ് പ്രായത്തിൽ ആണ് പലപ്പോഴും നമ്മൾ ഒരു വഴിക്ക് പോകുന്നത്. ഒരു വഴിക്ക് നമ്മൾ പറഞ്ഞാൽ വേണമെങ്കിൽ കഞ്ചാവ് അടിച്ച് പാർട്ടി നടത്തി ജീവിക്കാം, അതിലേക്ക് ജോയിനെ പോലെ നക്സലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിപ്ലവത്തിന് പോകും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഏത് റൂട്ടിൽ പോകുമെന്ന് തീരുമാനിക്കുന്നത് ആ ഒരു അഡ്രിനലിൻ ശരിക്കും നിൽക്കുന്ന ഒരു സമയത്താണ്. അന്ന് നമ്മുടെ മനുഷ്യന്റെ മനസ്സിലുള്ള നന്മയെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ പരമാവധി ആ റൂട്ടിലൊക്കെ പോകും. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത്
ഇല്ലായ്മകൾ കാണുമ്പോഴും മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോഴും പലരും വിപ്ലവകാരികളൊക്കെ ആയിട്ട് പോയത്. അതുപോലെ ആ ഒരു പ്രായത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ എക്സ്പോഷർ കൊടുത്താൽ അവർ പിന്നെ ജീവിതകാലം മുഴുവൻ വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് ചെയ്യും. പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ എക്സാമ്പിൾ തന്നെ പറയുകയാണ്. എന്തിനധികം പറയാം, നമ്മളെ സ്റ്റേജിലിരിക്കുന്ന ജോയേട്ടൻ്റെ രണ്ട് വശത്തും ഇരിക്കുന്ന രണ്ട് ജീവികളെ തന്നെ കണ്ടാൽ മതി. അതിലൊരു ജീവി നേരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജീവിയാണ്. ആ മനുഷ്യൻ ജോലിയും കൂലിയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇതിനു വേണ്ടി മുഴുവൻ സമയത്ത് ഇറങ്ങി പുറപ്പെട്ടിരിക്കും. ഞാൻ പലയിടത്തും എക്സാമ്പിൾ പറയാറുണ്ട്. ഇന്നത്തെ യുവതലമുറയിൽ പ്രതീക്ഷ വേണമെന്ന് പറയാനുള്ള കാര്യവും ഇത് തന്നെയാണ്. കാരണം കറക്റ്റ് സമയത്ത് കറക്റ്റ് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം നമ്മുടെ ഉള്ളിലെ നന്മയെ പുറത്തെടുക്കാൻ ചാനലൈസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്, എന്തിനാണ് സമ്പാദിക്കുന്നത് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്, നമുക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടിയാണ്. ഇത് അത് പറഞ്ഞ മാതിരി മാഷ് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ കോളേജിൽ പഞ്ചാരി അടിച്ച സമയം കളയുന്നത്, അവിടേക്കൊക്കെ പോയി പണിയെടുത്തുകൊണ്ട് ചോദിക്കുമ്പോൾ ഈ പണിയെടുത്തിട്ട് എന്ത് ചെയ്യാനാണ് സാറേ? പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ നിലയിലെത്താൻ, നിലയിലെത്തിയിട്ട് എന്താ സാർ? അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ കാശുണ്ടാക്കാം. എന്നിട്ട് എന്ത് ചെയ്യും സാർ? അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറേ ജോലിയൊക്കെ ചെയ്ത് വലിയ ആളൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ റിട്ടയർ ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം, നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ഈ ചെക്കൻ പറയാം, അതല്ലേ സാറേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇപ്പോഴേ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിവിൻ ദ പ്രസന്റ് എന്ന് പറയുന്ന പോലെ ഞാനിപ്പോഴേ അത് അച്ചീവ് ചെയ്തു. സാറി പറയുന്ന ഇതെല്ലാം ചെയ്തതിന് ശേഷം അച്ചീവ് ചെയ്യേണ്ട ആ സാധനം ഞാൻ ഇപ്പോഴേ കൈവരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തെ പറ്റി വലിയൊരു മെസ്സേജ് ഞാൻ തന്നു. എത്ര സമ്പാദിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഓരോ മനുഷ്യനും ഓരോ ഉത്തരവാണ്. ഓരോ മനുഷ്യനും ഓരോ ജീവിതത്തെ കുറിച്ചുള്ള ഫിലോസഫിയാണ്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ എന്തിനെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യം അവനവനോട് തന്നെ ചോദിക്കുകയും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയാൽ നേരെ അതിലൂടെ ഇറങ്ങുകയും ചെയ്യണം. ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് വെറുതെ ചെയ്യുന്നില്ല. എപ്പോൾ തട്ടിപ്പോകുന്നു ഒന്നും പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ കാര്യമാണ്. എന്നാലും കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഒരു വസ്തുതർക്കമായിട്ട് ഒരു കക്ഷി വന്നത് ഞാൻ, അതായത് ആ ഭൂമിയിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങാറുണ്ട്. അപ്പം നമ്മൾ കോഴിക്കോടുള്ള നല്ല മനസ്സുള്ള കുറേ പേര് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തുടങ്ങാൻ, ഇത് ചെറിയ കാര്യമല്ല. ഭിന്നശേഷിയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ 20 വയസ്സിന് മുകളിലോട്ടുള്ളവർ കുട്ടികളാണ്. അപ്പോൾ അവരുടെ അമ്മമാരാണ് 24 മണിക്കൂർ ഇവിടെ നോക്കുന്നത്. 24 മണിക്കൂറും അച്ഛന്മാരല്ല, അമ്മമാരാണ് നോക്കുന്നത്. അപ്പോൾ ഈ അമ്മമാർ 24 തവണ ശരിക്കും 24 മണിക്കൂർ, അവർക്ക് വേറെ ജീവിതമില്ല. അപ്പം ഇവരുടെ ഒരു 10-24 അമ്മമാരുണ്ട്. ഇതിൽ ഒരമ്മ ഒരു ദിവസം വന്നിട്ട് എന്നോട് ചോദിച്ചാണ്, ഞങ്ങൾക്ക് ഒരു ഡേ കെയർ ഉണ്ടാക്കി തരാൻ പറ്റുമോ സാറേ? എന്തിനാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു കുറച്ച് നേരം 2-3 മണിക്കൂറൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം. ഞങ്ങൾ പുറകവും കണ്ടിട്ട് കുറേ കാലം. അപ്പോൾ ആ അമ്മയുടെ, ഞാൻ കഥ പങ്കെടുത്തു പോലെ ആ അമ്മയുടെ മകൻ എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാഴ്ച പോയി. അത് കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും കിടപ്പിലായി. അന്ന് തൊട്ട് ഈ അമ്മ, ഇന്നിപ്പോൾ ആ കുട്ടിക്ക് 20 വയസ്സോ മറ്റുണ്ട്, ആ അമ്മ 24 മണിക്കൂർ ഈ മകനെ നോക്കിക്കൊണ്ട് ജീവിക്കുക. അങ്ങനെ നമ്മൾ ഈ കാരാപ്പറമ്പ് ഭാഗത്ത് മാത്രം 24 കുട്ടികളുണ്ട്. എത്ര ഈ ഭാഗത്ത് മാത്രമായിട്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എത്ര പേരുണ്ട്? ഇതിൽ ഈ അമ്മമാർ പറയുന്നത് വെച്ചാൽ കോഴിക്കോട് അങ്ങനെ ഒരു സ്ഥാപനമേ ഇല്ലാതെ, മേ ബി ഗവൺമെന്റ് സെക്ടറിൽ പ്രൈവറ്റ് സെക്ടറൊന്നും എനിക്കറിയില്ല, അങ്ങനെ ഒരെണ്ണം ഇല്ലാതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരു സ്ഥാപനം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇതിലോട്ട് ഈ ഒരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് അതിൻ്റെ പ്രവൃത്തികളൊക്കെ തുടങ്ങിയത്. പറഞ്ഞു വന്നതല്ല, ഇതിന് എല്ലാം സജ്ജമായി നിൽക്കുകയാണ്. നമുക്ക് നല്ല മനസ്സുള്ള കുറച്ച് സ്പോൺസേഴ്സ് ഇവരെയൊക്കെ കിട്ടി തുടങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു 85 വയസ്സായ ഒരു അമ്മാവൻ വരികയാണ്. എന്തിനാണെന്നറിയാം, അത് ആ ഭൂമിക്കകത്ത് എനിക്ക് അവകാശമുണ്ട്, അവിടെ ഇത് തുടങ്ങാൻ പാടില്ല. അപ്പോൾ ഈ അമ്മാവനോട് ചോദിച്ചു, ഇത് നിങ്ങൾ എന്താ ഇത് തുടങ്ങാൻ പോകുന്നതെന്ന് അറിയാമോ? അപ്പോൾ ഉപയോഗിച്ച വാക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല. അദ്ദേഹം
ആ കുട്ടികളെ അഭിസംബോധന ചെയ്ത് ഉപയോഗിച്ച് നോക്കണം. അവർക്ക് വേണ്ടിയുള്ള ഇതാണ് എനിക്കറിയാനുള്ളത്. സീരിയസ് ആയിട്ട് പറയാം. 85 വയസ്സായ മനുഷ്യൻ അതിനകത്ത് അപ്പോഴും അയാൾക്ക് ആ ഭൂമിയിൽ റിയൽ എസ്റ്റേറ്റ് കണ്ടത്. അയാളത് ഏത് കാലത്താണാവോ അത് ആസ്വദിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആ സന്തോഷം എങ്ങനെയാണ് അതിൻ്റെ ഭാഗമാകാൻ നോക്കുന്നതിന് പോയാലും ആ എങ്ങനെയെങ്കിലും അത് നിർത്തണം. എന്നിട്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയി കേസ് നടത്തി, എന്നിട്ട് അതിനെ പിടിച്ചെടുത്ത്, എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. 75 വയസ്സായിരിക്കും, ഇപ്പം വലിയ ടാർഗറ്റ്സ് ഏരിയാസൊക്കെയാണ്. ഞാൻ പറയാൻ നമുക്ക് തന്നെ അറിയില്ല നമ്മളിപ്പോൾ തട്ടിപ്പോകും. അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് 85 വയസ്സായ ആ ചേട്ടൻ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളെ അവിടെ നിന്ന് ചവിട്ടി ഇറക്കിയതിനു ശേഷം ചെയ്യാനുള്ള പദ്ധതി തൊഴിലെന്നല്ലാതെ എന്താ ചെയ്യുക. ഇങ്ങനെയും ആൾക്കാർ കോഴിക്കോടുണ്ട് എന്നുള്ളത് പക്ഷേ ഒരു തിരിച്ചറിയായിരുന്നു. നമ്മൾ കോഴിക്കോടുള്ള തന്മയിലൊക്കെ പറയുമ്പോൾ ഇങ്ങനെയും ചിലരുണ്ടെന്നുള്ളത് ഒരുപക്ഷെ അവരുടെ അപ്ബ്രിങ്ങിങ് ആയിരിക്കും. അവർക്ക് സാഹചര്യം കിട്ടിക്കാണില്ല, ചുറ്റുപാടുകൾ കാണാൻ കിട്ടിയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ നല്ല മനസ്സുള്ളവരുടെ കൂട്ടായ്മയിലൂടെ ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്യാന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 പോളിസി എടുത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ കമ്പാഷണേറ്റ് കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു പദ്ധതി വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആവശ്യക്കാരനെയും കൊടുക്കാൻ മനസ്സുള്ളവരെയും ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ആമോദ് ജോയ് ചെയ്യുന്നതും അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ്. അത് വളരെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ജില്ലാ ഭരണകൂടം ഉദ്ദേശിക്കുന്ന ഈ മാച്ച് മേക്കിങ്ങിനകത്ത് ഫണ്ട് വാങ്ങാൻ ഉദ്ദേശിക്കില്ല. നമ്മൾ പൈസ കൈകൊണ്ട് തൊടില്ല എന്നുള്ളൊരു പോളിസി ഉള്ളതുകൊണ്ട് ആ ഭാഗത്ത്, അതായത് നമുക്ക് സർവീസസ് ഇന്ന് ചെയ്യാം. ആവശ്യക്കാരൻ വേണമെങ്കിൽ വന്ന് കോൺട്രിബ്യൂട്ട് ഡയറക്റ്റ്ലി നമുക്കുമായിട്ട് ലിങ്ക് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആമോദ്ജോയായിട്ട് കൂടുതൽ നമുക്ക് സഹകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്ക് സർവീസ് പ്രൊവൈഡേഴ്സിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നവർ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഭാവി എന്ന് പറഞ്ഞാൽ വിദൂര ഭാവിയൊന്നുമില്ല, ഈ വരുന്ന ഏതാനും ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ പ്രോജക്റ്റും ആ വെബ്സൈറ്റിൻ്റെ ഫൈനൽ വർക്കിലോട്ട് കടക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ കൂടി ഇരിക്കേണ്ടി വരും. എന്നിട്ട് നമുക്കത് കൂടുതൽ ഫലപ്രദമാകുന്ന രീതിയിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താം. ഇന്നെന്തായാലും ചടങ്ങിന് വന്നതിനുള്ള ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ജോയേട്ടനെ നേരിട്ട് കണ്ട് പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. കോഴിക്കോടിൻ്റെ നന്മയുടെ മാസ്കട്ട് എന്ന് പറയാവുന്നത് ഒരുപക്ഷെ ജോയേട്ടനാണ്. കാരണം പലതവണ പലരും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇത് ജോയേട്ടനുമായിട്ട് സംസാരിച്ചു, ഏതെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടല്ലോ ജോയേട്ടനെടുത്ത് ഡിസ്കസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ജോയേട്ടനാണ് ഇവിടുത്തെ നന്മയുടെ കുത്തൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്ന വ്യക്തി. എന്തായാലും ഇനിയുണ്ട് തീർച്ചയായിട്ടും എല്ലാ കാര്യവും. കാരണം ക്രിയേറ്റീവായിട്ടുള്ള നല്ല ഇൻപുട്സും അത് തരുന്നു എനിക്ക് മനസ്സിലായി. നമുക്ക് കുറച്ച് പേര് മതി, പക്ഷെ നല്ല മനസ്സുള്ള ആത്മാർത്ഥമായിട്ട് ചെയ്യണം ആഗ്രഹമുള്ള കുറച്ച് പേര് മതി. നമുക്കൊരു നല്ല വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. വ്യത്യാസം പറഞ്ഞാൽ എന്തിനൊന്നുമല്ല, നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി. അത് പറഞ്ഞ ഒരു സ്വാർത്ഥമായ താല്പര്യം തന്നെയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ വേണ്ടി ഉള്ള ഒരു രീതി. വലിയ കെട്ടിടങ്ങളും വലിയ റോഡൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ വികസനം കൊണ്ടുവന്നിട്ടും സന്തോഷിക്കാം. അതല്ലാതെ ഇത്തരം ചെറിയ കാര്യങ്ങളിലൂടെയും സന്തോഷിക്കാം. നമുക്ക് ശാശ്വതമായിട്ട് അവസാനം നേരത്തെ പറഞ്ഞ പോലെ വടിയായി പോകാൻ നേരം സന്തോഷത്തിന് നമുക്ക് പിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന സമയത്ത് അവിടെ ഫ്ലൈ ഓവർ പണി തരുന്നു, അതിന് സമാധാനമായി കണ്ടറിഞ്ഞിട്ട് എന്ന് ആരും ചിന്തിക്കാൻ പോകുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ മരിക്കാൻ നേരം ആലോചിക്കുന്നത് നേരത്തെ കാണിച്ച ആ ബാലൻസ് ഷീറ്റിൽ കാണുന്ന ഏതെങ്കിലും ഒരു പുഞ്ചിരിയായിരിക്കും. ആ ഒരു പുഞ്ചിരിയായിരിക്കും നമുക്ക് സമാധാനമായിട്ട് കണ്ടടക്കാനുള്ള ഒരു